ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശ് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. ആ സമയം നയനെ കാത്തിരിക്കുമായിരുന്നു. എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ആദർശ് വന്നു കഴിഞ്ഞപ്പോ നയന ചോദിച്ചു, എന്തായി ആദർശേട്ട കാര്യങ്ങളൊക്കെ? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞു. അല്ല, അവർക്ക് സംശയമൊന്നും തോന്നിയില്ലോ അല്ലേ? ഏയ്, സംശയമൊന്നും തോന്നിയിട്ടില്ല. ഏൻ ജ്വല്ലറിയുടെ MD-ക്ക് എന്താണെങ്കിലും എന്നിലൊരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. അത് മാക്സിമം ഞാൻ മുതലെടുത്തിട്ടുണ്ട്. പക്ഷെ വിവരങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിട്ടു പറയാനായിട്ട് അവര് കൂട്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു, ഇപ്പം ഡേവിഡ് മാത്രമുള്ളെന്നാ പറയണേ. പക്ഷേ എങ്കിൽ അത്രയ്ക്ക് നമുക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന് പറഞ്ഞു, അല്ല ആദർശേട്ടാ, മുമ്പ് കള്ളക്കടത്ത് സ്വർണം ജ്വല്ലറി കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റത് ഓർമ്മയില്ലെന്ന് ചോദിച്ചു അബി. മിക്കവാറും അതിനകത്ത് ഇവർക്ക് പങ്കുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ, കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അബി നവ്യ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പക്ഷെ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പാ നയന ചോദിച്ചു, അല്ല ആദർശേണ്ണ അവര് ശ്രദ്ധിച്ചോ? എന്നെ നോക്കി, പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. എനിക്കറിയാം അവിടെ നിന്നിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് എന്റെ കള്ളത്തരം പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കുന്നു. മാത്രല്ല, ഞാൻ ശബ്ദം മാറ്റിയൊക്കെയാ സംസാരിച്ചേ, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവർ വേറെന്തോ പുതിയ പ്ലാനുമായിട്ടാ നയനെ അങ്ങോട്ടേക്ക് വന്നിരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയനെ പറഞ്ഞു, സൂക്ഷിക്കണം, അബിയാണ് ആള്. അപ്പോഴേക്കും ആദർശം, ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞേ ആ വീട്ടിൽ നിന്നാ ശരിയാകത്തില്ലെന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് മാറിയത്. ഒരുപക്ഷെ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കള്ളത്തരങ്ങളൊന്നും പിടികൂടാൻ പറ്റില്ല. അവിടെ ചാരന്മാരുണ്ടല്ലോ. ഇപ്പൊ തന്നെ നിന്റെ ചേച്ചിയും അബി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പുതിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ടായിരിക്കും. എങ്ങനെ മൂർത്തി ജ്വല്ലറിനെ തകർക്കാന്നായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കണേ. മൂർത്തി ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ പോയി ഒറ്റിക്കൊടുക്കുന്ന അവര് രണ്ടുപേരും ആണെന്ന് എനിക്ക് തോന്നേ. അല്ലെങ്കിൽ പിന്നെ നവി ഇത്ര പെട്ടെന്ന് അവിടുത്തെ പരസ്യ മോഡലാവുമെന്ന് ചോദിച്ചു. നയന പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആര് പറഞ്ഞാലും ചേച്ചി അനുസരിക്കാനും പോകുന്നില്ല. ഇനിയിപ്പൊ ചേച്ചി അനുസരിക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അബിയുടെ മോളാണ് ചന്തു എന്നുള്ള സത്യങ്ങളൊക്കെ അറിയണം. എങ്കിൽ ചേച്ചി ഒതുങ്ങും. ഇല്ലാത്തിടത്തോളം കാലം ചേച്ചി ഒരിക്കലും ഒതുങ്ങാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ചേച്ചി വെല്ലു വിളിച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, നോക്കാം. കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ ലക്ഷ്യമിട്ടിരിക്കുന്ന വിഷുവാണ്. അത് മാത്രമല്ല, അവരുടെ പുതിയ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുക. അപ്പൊ അവർക്ക് കൂടുതൽ മുന്നേറാനായിട്ട് അവര് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് പോലും ഈ 5 കിലോമീറ്ററിന് ഇടയ്ക്ക് ബ്രാഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല ഇതിന്റെ സോഴ്സ് എവിടെന്നാ? അതിനെക്കുറിച്ച് വല്ല ഡീറ്റെയിൽസും കിട്ടിയോ? അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അയാളുടെ സ്ഥലം പത്തനംതിട്ടയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ അവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെയെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവിടെ അന്വേഷിക്കുവാണെങ്കിൽ അയാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദുബായിലായിരുന്നാ പറഞ്ഞേ. അത് സാരില്ല ആദർശേട്ടാ, അതറിയാനായിട്ട് നന്ദുവിനോട് പറഞ്ഞാൽ പോരെ, നന്ദു അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അനി വല്ലാത്തൊരു വിഷമത്തോടു കൂടി മൂർത്തി മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു. മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശ, MD കസാര ഇരിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആദർശേണ്ട എന്ന കസാരയാ, ഒരിക്കലും എനിക്ക് ആ കസാര ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ നീ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട. നിനക്ക് യോഗ്യത ഉള്ളതുകൊണ്ടാണല്ലോ ആദർശ് നിനക്ക് 2-3 ബ്രാഞ്ചിന് മേൽനോട്ട് ഏൽപ്പിച്ചേ. പിന്നെ ഇത്രയും കാലം പുറത്തുനിന്നൊരാള് മൂർത്തി ജ്വല്ലറിയിലെ കസാരയിൽ ഇരുന്നിട്ടില്ല, MD ആയിട്ട് തുടർന്നിട്ടില്ല. അവിടെ കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടു നിർത്താൻ എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ഈ കുടുംബത്തിൽ ആരും ഇല്ലാതെ വന്നാൽ മാത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ നീ ഉണ്ടല്ലോ, നിന്നെ കൊണ്ട് അതിന് സാധിക്കും അനി. പിന്നെ നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, സാധിക്കുന്ന. അല്ലെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിനും സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരിടത്തും വിജയിക്കാനും സാധിക്കില്ല. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ ഇനി അമാദിക്കണ്ട, ഇന്ന് തന്നെ പോയി ചാർജ് എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഒടുവിൽ മുത്തശ്ശന്റെ അനുഗ്രഹമൊക്കെ മേടിക്കുക. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നീട് മുത്തശ്ശിയുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് അവിടുന്ന് പുറത്തേക്ക് വരിക. ജാനകിക്ക് ഭയങ്കര സന്തോഷം. തന്റെ മോന് മൂർത്തി ജ്വല്ലറിയുടെ MD ആൻ പോവല്ലേ. അങ്ങനെ ദേവയാനിയുടെ ജാനകിയുടെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങുന്നത്. ദേവയാനിക്ക് അനി MD ആവുന്നതിൽ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ
തൻ്റെ മോനെ MD സ്ഥാനം രാജിവെച്ചാൽ ഒരു വിഷമമുണ്ട്. സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ആദർശിന് പറ്റണം എന്നൊരു ചിന്തയായിരുന്നു. ജലജയ്ക്കാണെങ്കിൽ കട്ട അസൂയായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവനേക്കാളും മൂത്തത് അബി. എന്നിട്ടോ അവനെതിരായിട്ട് ഒരിടത്തും എത്താൻ സാധിച്ചിട്ടില്ല. ഇവൻ അവിടെ കയറിയും കൊണ്ട് വിലസുവാ. അധികം നാളൊന്നും എൻ്റെ ഭഗവാനെ ആ കസേരയിലിരിക്കാനായിട്ട് ഇവന് പറ്റല്ലേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ജലജയുടെ മനസ്സിൽ. പിന്നീട് ജലജ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും അവന്റെ ആ കസേര ഒന്ന് തെറിച്ചാൽ മതിയായിരുന്നു. പിന്നെ പേടിക്കൊന്നും വേണ്ട. ഇവനാ കയറുന്നെങ്കിൽ അധികം വൈകാതെ തന്നെ മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണായിപ്പോ. അങ്ങനെ പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെ അഹങ്കാരം തീരുമല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ജലജയുടെ മനസ്സിൽ. അതേസമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു നവ്യയും അബിയും കൂടെ. അബിയുടെ അടുത്ത് നിന്നിട്ട് നബി പറഞ്ഞു, എടാ നിനക്ക് നാണമുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ അവൻ കയറി പോകുന്നുണ്ടോ? കമ്പനിയുടെ MD ആയിട്ട് ഇന്ന് അവൻ സ്ഥാനം വെൽക്കാനായിട്ട് പോവാ. അവൻ അധികം നാളൊന്നും ആ കസേരയിൽ ഇരിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, നമ്മൾ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊക്കെ എന്തിനാ നവിയെ കൂടുതൽ ചിന്തിക്കുന്നേ? നിനക്കിതൊക്കെ പറയാടാ, പക്ഷെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് നവ്യ പറഞ്ഞു. അവന് അറിയാലോ, ഇതിനു മുമ്പ് 2-3 ബ്രാഞ്ചസ് ഒക്കെ ആദർശാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവനെ. അങ്ങനെ വന്ന സമയത്ത് നിന്നെ ആ കമ്പനിയിൽ നിന്ന് തുരുത്തിയവൻ അവൻ ചാർജ് എടുത്ത ഉടനെ നിന്നെ കമ്പനിയിൽ നിന്ന് തുരുത്തിയതാ. അങ്ങനെയാണെങ്കിൽ അവൻ ആ കസേര കയറി ഇരുന്ന് കഴിയുമ്പത്തേനും അവനെ ആ കസേര ഓടിക്കണം. ഒരു കാരണവശാലും അവൻ ആ കസേരയിൽ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അബി അത്. അവനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയാ. ഏത് വിധേനാണെങ്കിലും ശരി അവനെ ആ കസേരന്ന് പറപ്പിക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നീ പേടിക്കണ്ട. കാരണം നിനക്ക് കമ്പനിയിൽ ഒരു ജോലിയൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജ്വല്ലറിയിൽ. അപ്പൊ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? ഇവിടുന്ന് ഇറക്കി വിട്ടാലും നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവളുടെ വിചാരം ഇവളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് തനിക്ക് ജോലി കിട്ടിയെന്ന്. പക്ഷേ എങ്കിൽ അതൊന്നും അല്ല സത്യം എന്നുള്ള കാര്യം തനിക്കറിയാലോ. തൽക്കാലത്തേക്ക് ഇവളെ അണിനയിപ്പിച്ച് കൂടെ നിർത്തണം, കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. ആ സമയത്ത് ജയന്റെയൊക്കെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ടാണ് അനി കമ്പനിയിലേക്ക് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് അനി പറഞ്ഞു, അതെ എനിക്ക് ആദർശേന്റെ നയനേച്ചിയുടെ അനുഗ്രഹം മേടിക്കണം, അവിടെ വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതിനെന്താ ഞങ്ങളും കൂടെ വരാമെന്ന് പറയണം. അങ്ങനെ ജയനും അജയനും അനിയും കൂടെയാണ് ആദർശിനെ നയനയും കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അനിയെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അവർക്ക് സന്തോഷമായി. പിന്നീട് അനി കാര്യങ്ങൾ പറയണം, ആദർശേട്ടാ ഇന്ന് ഞാൻ കമ്പനിയുടെ MD ആയിട്ട് സ്ഥാനം ഏൽക്കുക. ആദർശേട്ടനെ അതുപോലെ തന്നെ നയനേടത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോടാ? നീ എൻ്റെ അനുജനല്ലേ, നീ നല്ല ഉയരങ്ങളിൽ എത്തുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. അനി പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടൻ്റെ സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന്. അങ്ങനെ ആദർശേട്ടൻ തിരികെ എപ്പോൾ വരുന്നോ ആ സമയത്ത് ഞാൻ എൻ്റെ കമ്പനിയുടെ സ്ഥാനം രാജിവെച്ചിട്ട് ആദർശേട്ടൻ ആ സ്ഥാനം തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ, എനിക്കിപ്പം കമ്പനിയുടെ MD സ്ഥാനം വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇത്രയും നാളും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആരാന്ന് കണ്ടുപിടിക്കണം, മുത്തശ്ശനെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കണം, അത് മാത്രം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, ആദർശേട്ടാ എനിക്ക് അതിന് മാത്രം വലിയ കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ല, ആദർശേട്ടനും കൂടെ സഹായം ഉണ്ടല്ലോ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എന്ത് സഹായം വേണം ചോദിച്ചോ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയെ സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശിന് അനുഗ്രഹം മേടിച്ചു. പിന്നീട് നയനയുടെ കാല് തൊട്ടും അനുഗ്രഹമൊക്കെ മേടിക്കണം. ആ സമയത്ത് അജയനും ജയനും ഒക്കെ അത് കണ്ടെങ്കിൽ സന്തോഷമായി. കാരണം അനിയുടെ സ്വഭാവം അങ്ങനെയാണ്. അനി ആദർശിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. തിരിച്ച് അതുപോലെ തന്നെയാണ് ആദർശും. അനി ഉയരങ്ങളിലേക്ക് എന്നും എത്തണമെന്നാണ്. കാരണം അനിയുടെ മനസ്സിൽ കളങ്കവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവന് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്ന അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അനി കമ്പനിയിലേക്ക് പോവാണ്. കമ്പനിയിൽ എനിക്ക് നല്ല സ്വീകരണം തന്നെയാണ് കിട്ടിയത്. പുതിയ MD അല്ലേ, ആ രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ സ്വീകരിക്കുന്നത്. പിന്നീട് ജയനും അജയനും കൂടെ ചേർന്നിട്ടാണ് അനിയെ കസേരയിലേക്ക് കൊണ്ടുവരുത്തുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായി തീരും, തനിക്ക് ഈ MD സ്ഥാനത്ത് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കുമെന്നൊക്കെ. പക്ഷെ ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് ജയനും അജയനും ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.